ശരണമയ്യപ്പ ശബരിഗിരിവാസനേ ശരണമയ്യപ്പ 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 ശബരിഗിരിവാസനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണം സ്വാമിയേ ശരണം സ്വാമിയേ ശരണം സ്വാമിയേ ശരണം തവ പദ സരോജങ്ങൾ ശരണമയ്യപ്പ കരികമുഖ ദർശനം സുകൃതമയ്യപ്പ തവ പദ സരോജങ്ങൾ ശരണമയ്യപ്പ കരികമുഖ ദർശനം സുകൃതമയ്യപ്പ അടിതൊട്ടു മുടിയോളം തിരുവുടൽ ശരണം വനഭവനം തഴുകുമൊരു ചുരുൾമുടികൾ ശരണം അടിതൊട്ടു മുടിയോളം തിരുവുടൽ ശരണം വനഭവനം തഴുകുമൊരു ചുരുൾമുടികൾ ശരണം സ്വാമിയേ ശരണം സ്വാമിയേ ശരണം ശരണമയ്യപ്പ ശരണമയ്യപ്പ ശബരിഗിരിവാസ കുണ്ടലം ശരണം ഭവഭയ വിനാശക തിരുമുഖം ശരണം കാരുണ്യസുധപൊഴിയും പടമിടുകൾ ശരണം കാലാരി പുത്രനിൻ സ്മരണയേ ശരണം കാരുണ്യസുധപൊഴിയും പടമിടുകൾ ശരണം കാലാരി പുത്രനിൻ സ്മരണയേ ശരണം സ്വാമിയേ ശരണം സ്വാമിയേ ശരണം ശരണമയ്യപ്പ ശരണമയ്യപ്പ ശബരിഗിരിവാസനേ ശരണമയ്യപ്പ കലികാല ദൈവമേ കൈത്തലം ശരണം മണിമാലയമരുമൊരു മാർത്തടം ശരണം കലികാല ദൈവമേ കൈത്തലം ശരണം മണിമാലയമരുമൊരു മാർത്തടം ശരണം ഹരിഹര തനൂജനേ നിൻപദം ശരണം ദുരിത ഗണനാശന സ്വാമി നീ ശരണം ഹരിഹര തനൂജനേ നിൻപദം ശരണം ദുരിത ഗണനാശന സ്വാമി നീ ശരണം സ്വാമിയേ ശരണം സ്വാമിയേ ശരണം ശരണമയ്യപ്പ ശരണമയ്യപ്പ ശബരിഗിരിവാസനേ ശരണമയ്യപ്പ സ്വാമിയേ ശരണം 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 അകത്തിരി എവിടെയാ ജയിച്ചേ? പെണ്ണിന്റെ ഭാവം കണ്ടാൽ IAS പാസ്സായ മട്ടുണ്ട്. ഓടി 10ാം ക്ലാസ് പാസ്സാകാൻ ആർക്കാ കഴിയാത്തത്? ചേട്ടനെ പോലെ 10ാം ക്ലാസ്സിൽ ഞാൻ 2 കൊല്ലം തോറ്റിട്ടില്ല. പെണ്ണ് വാങ്ങിക്കേണ്ടതുണ്ട്. നല്ല കാര്യത്തിന് വഴക്കിടാതിരിക്കടാ. എനിക്കറിയാം എന്റെ കുഞ്ഞ് 1 ജയിക്കുമെന്ന്. ഞാനെന്നാണ് സ്വപ്നം കണ്ടല്ലേ രാധ ചേച്ചി ജയിക്കുന്നത്. ഓടാ നിന്റെ സ്വപ്നം പലരേക്കാതെയും കുളിക്കാതെയും കയറി വന്നിരിക്കുന്നു. ഞാനാ അവനെ പത്രം മേടിക്കാൻ പറഞ്ഞത്. ഏതായാലും കാലത്ത് നല്ലൊരു സന്തോഷ വർത്തമാനാണല്ലോ ഭഗവാനെ കേട്ടത്. നീ വലിയ ഭാഗ്യം ചെയ്തോളാം. എന്താ സരസ്വതിയമ്മേ ഇങ്ങനൊരു വേലക്കാരി ഒരിടത്തിനും കിട്ടിയില്ല. നിന്നെപ്പറ്റി അറിയാത്തവര് നീ ഇവിടുത്തെ വേലക്കാരിയാണെന്ന് ഒരിക്കലും പറയില്ല. നിന്നെ ഭവാനിയമ്മ സ്വന്തം മകളെപ്പോലല്ല കരുതുന്നത്. ചേച്ചി ചേച്ചി അമ്മ താക്കോൽ തരാൻ പറഞ്ഞു. ചേട്ടന് രൂപ എടുത്തു കൊടുക്കാനാ. പണപ്പെട്ടിയുടെ താക്കോല് തരാൻ വേലക്കാരുടെ കയ്യിലാ. നീ നല്ല ഐശ്വര്യമുള്ളതാ. ചേട്ടാ ഇത് ഇന്നു മുതൽ എന്റെ കയ്യിലല്ലേ? കയ്യിലല്ല, കാരണം തവച്ചേക്ക് അവിടെ. ചേട്ടൻ എന്റെ വാക്ക് മാറണേ. എന്താ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി എനിക്കൊരു വാച്ച് മേടിച്ചിരുന്നു പറഞ്ഞില്ലേ? അവസരത്തിൽ അങ്ങനെ പറഞ്ഞു, ക്ഷമിച്ചേക്ക്. ഞാൻ ഇന്നിപ്പോ ഇങ്ങ് തരാം. പക്ഷെ എനിക്ക് കോളേജിൽ പോകുമ്പോ വേറൊന്നും വാങ്ങി തരണം. നീ കോളേജിൽ പോകുന്ന ആരാ പറഞ്ഞേ? ഇനി അടുക്കളയ്ക്കാ പോകുന്നത്, അവിടെ ഉള്ളത് പഠിച്ചാൽ മതി. ഞാൻ അമ്മയോട് പറഞ്ഞ് സമ്മതം മേടിക്കുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് സ്നേഹമില്ലേ? ആട്ടെ, എന്റെ അനുവാദം കൂടാതെ എന്റെ വാച്ച് എടുത്തതിനും ഞാൻ 10ാം ക്ലാസ് 2 കൊല്ലം തോറ്റു എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയതിനും തക്ക ശിക്ഷ അനുഭവിക്കാമെങ്കിൽ ഞാൻ സമ്മതിക്കും. എന്ത് ശിക്ഷ നിങ്ങൾ അനുഭവിക്കാം? സമ്മതിച്ചോ? 10 ഏത്തവണ്ണം. അത്രയല്ലോ. 1 2 3. അയ്യോ ഇതെന്താ കുഞ്ഞെ? പരീക്ഷയിൽ 1ാം ക്ലാസ്സിൽ ജയിച്ചതിന്റെ പിഴയാണോ? അല്ല, മേൽപ്പെടുത്തലുള്ള കൈക്കൂലിയ. കോളേജിൽ ചേരാനേ കൈക്കൂലി വേണമെന്ന് കേട്ടിട്ടുള്ളൂ, പഠിക്കാൻ വേണമെന്ന് കേട്ടിട്ടില്ല.
എന്റെ കുഞ്ഞ് ഇനി ഇത് ചെയ്യണ്ട. ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തോളാം. കുഞ്ഞു പോയി കാപ്പുടിക്കൂ. ഇതാ എണ്ണിക്കോണേ. ലക്ഷ്മി തോടണ്ട. പിന്നെ എന്തിനാ ആ കുഞ്ഞിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവൾക്ക് വേദനയോ വിഷമമോ തോന്നുന്ന എന്തെങ്കിലും ഞാൻ അവളെ കൊണ്ട് ചെയ്യിക്കുമോ ലക്ഷ്മി? പിന്നെ എന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവൾക്ക് വളരെ സന്തോഷമാണ്. അത് കാണാൻ എനിക്കൊരു രസവും. തണുക്കുന്നതിന് മുമ്പ് കാപ്പി കുടിച്ചേക്കാമെങ്കിൽ പാത്രം കൂടി ഞാനങ്ങ് കൊണ്ടുപോയിക്കൊള്ളാം. സാവധാനത്തിലെ കാപ്പി കുടിക്കാൻ നോക്കൂ. അത് കഴിഞ്ഞ് പാത്രവും കൊണ്ടേ ലക്ഷ്യക്ക് പോകാനും നോക്കൂ. ലക്ഷ്മി, ഇന്ന് അടുക്കള കാര്യങ്ങളെല്ലാം നേരത്തെ ശരിപ്പെടുത്തിയാലേ നോക്കൂ. നീ അപ്പുറത്തോട്ടിയല്ല. മോനെ ഗോപി, എന്താ അമ്മേ? നീ ആ സ്വർണ്ണപ്പണിക്കാരന്റെ അടുത്ത് ചെന്ന് കൊണ്ടുപോകാനുള്ള മാല ശരിയായോ എന്ന് ചോദിക്കും. ആ. ഇന്ന് ഉച്ചയ്ക്കുള്ള വണ്ടിക്ക് നമ്മൾ പുറപ്പെട്ടാലല്ലേ നാളെ രാവിലെ അവിടെ എത്താൻ നോക്കൂ. കാർ റെയിൽവേ സ്റ്റേഷനിൽ അയച്ചിട്ട് അമ്മാവൻ കാത്തിരിക്കും. അങ്ങനെയാ അറിയിച്ചിട്ടുള്ളത്. അതെന്താ അമ്മേ, ഞാൻ ഇപ്പൊ പോകല്ലോ. എന്തോ നമ്മുടെ ലിസ്റ്റും പ്രകാരം എല്ലാവർക്കും കുറി കൊടുത്തു കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. എന്നാലേ ഇന്നത്തെ ട്രെയിനിൽ ഭവാനി മറ്റും പുറപ്പെടുന്നുണ്ട്. നീ സ്റ്റേഷനിൽ നേരത്തെ കാറുമായി കാത്തു നിൽക്കണം കേട്ടോ. എനിക്ക് കാപ്പിടാ. നീ പല്ല് തേക്കാതെ ഒരു തുള്ളി കാത്തു തരില്ല. കാപ്പിടാ ചേച്ചി. ചെറുക്കൻ അടി മേടിക്കുമേ. എല്ലാം പാക്കിലായിരുന്നു. ആ ചേട്ടൻ റിസൾട്ടേക്കണ്ടേ? വേണ്ട, സ്വന്തം കാര്യം നോക്കിക്കൊണ്ടാൽ മതി. എന്റെ കാര്യം ഞാൻ നോക്കും. അമ്മേ, കൊണ്ടുപോകാനുള്ള മാലയുടെ പണി പൂർത്തിയായില്ല. നാളെ കിട്ടും. ആ ശങ്കുത്തട്ടൻ നമ്മളെ ചതിക്കുകയായിരുന്നു. അല്ലമ്മേ, നാളെ തീർച്ചയായിട്ടും കിട്ടും. എന്നാൽ ഒരു കാര്യം ചെയ്യാം. ആ. ഇന്നത്തെ വണ്ടിക്ക് നമ്മൾ ചെല്ലുമെന്ന് വിചാരിച്ച് അവര് കാത്തിരിക്കും. ഞങ്ങൾ ഇന്ന് തന്നെ പോകാം. നീ മാലയും കൊണ്ട് നാളെ വന്നാൽ മതി. ഓ, അമ്മയിലെ തല്ലുന്നേ. അമ്മയിലെ തല്ലുക. അമ്മയിലെ തല്ലുന്നത്. എന്തിനാ ലക്ഷ്മി അവനെ ഇങ്ങനെ തല്ലുന്നത്? പള്ളിക്കുടത്തി പോകേണ്ട ചെറുക്കനാ. ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല. അവനും കൂടെ ഞങ്ങളുടെ കൂടെ പോരട്ടെ. ഇവിടെ നിന്നാല് അവന് തല്ലുകൊള്ളാനേ സമയം കാണും. ചിരിക്കാതെ പല്ല് കൊണ്ടച്ചാ മതി. അതെ, ഇവന്റെ ഉടുപ്പ് എടുത്ത് പെട്ടിയിൽ വെക്കും. ശരി അമ്മേ. രാമു, നീ പോയി കുളിക്കാം. ഗോപി, ആ മാല കിട്ടുന്നത് വരെ വേണ്ടി വന്നാൽ നീ അവിടെ തന്നെ ഇരിക്കണേ. ശരിയമ്മേ. അമ്മയ്ക്കും പറ്റും സൗകര്യമായിട്ട് വണ്ടി കിട്ടിയോ? ആ, എന്നാ ഇനി ഊണ് കഴിക്കാമല്ലോ. ലക്ഷ്മി ഊണ് കഴിച്ചോ? ഇല്ല. ഓ, ഞാൻ ഊണ് കഴിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ആ, എനിക്ക് വേണ്ട. ലക്ഷ്മി ഊണ് കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോളൂ.
ലക്ഷ്മി, ലക്ഷ്മി, നല്ല വിശപ്പ്. കഥവാക്കും. വേണ്ടെന്ന് വെച്ചതാണ്, പക്ഷെ വിശപ്പ് സമ്മതിക്കുന്നില്ല. അതിനെന്താ, വന്നാട്ടെ. ചോറ് വിളമ്പാൻ വരട്ടെ. നീ ഉണ്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഉണ്ട്. ഇല്ല, വയറൊട്ടി കിടക്കുന്നല്ലോ. എന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല, ഒന്ന് തൊട്ടു നോക്കി. ഇനി ഈ കയ്യിലൊന്ന് പിടിച്ചതും വരും. അയ്യോ, ദയവ് ചെയ്ത് മഹാബാബ ഒന്നും പ്രവർത്തിക്കരുത്. മഹാബാബു കൊള്ളയും കൊലയും മോഷണവും ഒക്കെ അല്ലേ മഹാബാബു? സ്നേഹിക്കുന്ന മഹാബാബാണോ ലക്ഷ്മി? അയ്യോ അരുതേ, അവിടുന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഈ വീട്ടിൽ ആരാണ്, അവിടുന്ന് ആരാണ്? രണ്ടും ആരെന്ന് എനിക്കറിയാം. അപ്പോൾ ആരോരുമില്ലാത്ത ഈ പാവപ്പെട്ടവനെ മനഃപൂർവ്വം നശിപ്പിക്കാനാണോ അവിടുന്ന് ഭാവിക്കുന്നത്? ഒരിക്കലുമല്ല. എന്റെ ലക്ഷ്മി എന്ന് വിശ്വസിക്കും. ഞാനെല്ലാം തുറന്നു പറയാം. അയ്യോ, എന്റെ ദേഹമെല്ലാം ചുട്ടു നീറുന്നത് പോലെ തോന്നുന്നു. ദൈവമേ, പേടിക്കാതിരിക്കോ. ചുട്ടുനീത്തിൽ എന്റെ ശരീരത്തിനുണ്ട്. വാ ലക്ഷ്മി, നമുക്ക് പുറത്തു പോയിരുന്ന് സംസാരിക്കാം. വരൂന്നേ ലക്ഷ്മി. അങ്ങയോട് എനിക്ക് തർക്കിച്ച് ജയിക്കാൻ കഴിവില്ല. പിണങ്ങി മാറാനും നിവൃത്തിയില്ല. ഇവിടുത്തെ അമ്മ എന്ത് വിശ്വാസത്തിലായിരിക്കും നമ്മളെ രണ്ടുപേരെയും ധൈര്യമായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയിരിക്കുന്നത്? അമ്മയുടെ വിശ്വാസം നമ്മൾ തകർക്കുന്നില്ല. എനിക്ക് ലക്ഷ്മിയോട് നിഷ്കളങ്കമായ സ്നേഹമുണ്ട്. ചതിയന്റെയോ വഞ്ചനയുടെയോ സ്വാർത്ഥതയുടെയോ കണിക പോലും ഇതിലില്ലെന്ന് ലക്ഷ്മി വിശ്വസിക്കും. മുല്ലയ്ക്കൽ ഗോപിയുടെ സഹധർമ്മിണി ഈ ലക്ഷ്മി. എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയണ്ട. കേവലം ഒരു വിടന്റെ ചാബല്യമല്ല ലക്ഷ്മിയുടെ മുമ്പിൽ കാണിക്കുന്നത് എന്ന് മാത്രം കരുത്. ഈ മാല ആരുടേതെന്ന് അറിയാമല്ലോ. അവർ തമ്മിലുള്ള ബന്ധവും അറിയാമല്ലോ. ആ പരിശുദ്ധ ബന്ധം ഇന്നും നമ്മൾ പകരട്ടെ. വിഷമിക്കണ്ട, ഞാൻ എടുത്തരാം. ഇനി ആര് കാണാനാ? ഞാൻ എടുത്തരാമല്ലേ. ഇവിടെ റൂമിലെല്ലാം സൗകര്യം തന്നെയല്ലോ. വളരെ സൗകര്യമാണ്. ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് ഒരു കാര്യത്തിലും ഒരു വിധത്തിലും അസൗകര്യം ഉണ്ടാകരുത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതന്നെയല്ല, ഞങ്ങളുടെ പ്രൊപ്പറേറ്റർക്ക് അത് വലിയ നിർബന്ധമാണ്. അപ്പൊ എന്നാ പ്രൊപ്പറേറ്ററുമായിട്ട് ഒന്ന് സംസാരിക്കണം. ഞാൻ കൗണ്ടറിലോട്ട് പോവാം. ഇരിക്കണം. ഇവിടെ എത്ര ദിവസത്തെ താമസമുണ്ട്? ഓ, 1-2 ആഴ്ച താമസം കാണും. എങ്കിൽ പിന്നെ ഫാമിലി ആയിട്ട് വരാമെന്നല്ലോ. ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഞാൻ വിവാഹം ചെയ്തിട്ട് ഒരു തരത്തിൽ അത് നല്ലതാണ്.
ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഹോട്ടൽ ജീവിതം ചിലപ്പോഴൊക്കെ സുഖമാണ്, അല്ലേ? വാസ്തവമാണ്. പോകുന്നത് വരെ വളരെ സ്വാതന്ത്ര്യമായി കഴിയാം. എന്താവശ്യമുണ്ടെങ്കിലും എന്നോടോ മാനേജരോടോ ചോദിച്ചാൽ മതി. വളരെ സന്തോഷം. ഒന്നിനും മടിക്കണ്ട, ഞാൻ അപ്പുറത്തുണ്ടാവും. വരട്ടെ. ഈ മുടി ശരിക്കൊന്ന് ചീകുകയോ കെട്ടുകയോ ചെയ്യണമെങ്കിൽ അമ്മയുടെ കൈ വന്നു. അമ്മേ, കുഞ്ഞിനെ ഇങ്ങ് വിട്ടാട്ടെ, ഞാൻ ചീകെട്ടി കൊടുക്കാം. ഇന്ന് ഞാനോ നീയോ ഉണ്ട്. ഇവിടെ കോളേജിലോട്ട് പോയാൽ പിന്നെ ആരുണ്ട്? കൂട്ടുകാരുണ്ട്. പിന്നെ അവർക്ക് ഇതെന്റെ ജോലി. അമ്മേ അമ്മേ അമ്മേ, ഞാൻ ലക്ഷ്മി ചേച്ചി കൊടുക്കട്ടെ? കൊടുത്തരും. ലക്ഷ്മി, ഊണെല്ലാം തയ്യാറായോ? എല്ലാം തയ്യാറായി. ഇതെന്താ കാര്യോ? അതെ, കല്യാണ വീട്ടിൽ പോയപ്പം അമ്മാവന്റെ മകൾ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതാ. അവൾക്ക് വളരെ വലുതാ. അപ്പോഴേ അവള് പറഞ്ഞു ലക്ഷ്മി ചേച്ചിക്ക് കൊടുക്കണമെന്ന്. ഇത് എടുത്തോണ്ട് വേണം ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോവാൻ. എനിക്ക് വലിയ നാണമാ ഈ സാരിയൊക്കെ ഉടുത്തോണ്ട് നടക്കാൻ. അതിനെന്താ ഇത്ര നാണം? ഇപ്പൊ എല്ലാവർക്കും സാരി അല്ലയോ? പോരെങ്കിൽ നിനക്കൊരു സംബന്ധക്കാരൻ വരുമ്പം അവൻ സാരി ആയിരിക്കും തരുന്നു. അപ്പോഴോ? സന്തോഷ വർത്തമാനം. എനിക്ക് ഉദ്യോഗത്തിന് ഒരു ആർഡർ വന്നിരിക്കുന്നു. എവിടെ? മദ്രാസില. ഉടനെ ഹാജരായ ഉദ്യോഗത്തിൽ പ്രവേശിച്ചോളണമെന്നാ. അപ്പൊ എന്നെ കോളേജിൽ കൊണ്ടുപോയി ചേർപ്പിക്കണമെന്ന് മറ്റും ആരോ? അതിനൊക്കെ ഇടപാട് ചെയ്യാൻ വേണ്ടി എനിക്ക് ഉടനെ പോണമെന്ന്. നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നല്ലാതെ ഒരു ഉദ്യോഗസ്ഥനാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എത്ര പണക്കാരനായാലും ഒരു ഉദ്യോഗം ഉണ്ടെങ്കിൽ അതിന്റെ മതിപ്പൊന്ന് വേറെയാണമ്മേ. അമ്മ ഇതിന് മാത്രം തടസ്സമൊന്നും പറയരുത്. ഏതായാലും പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ പോവാ ഞാൻ. ഊണ് കഴിക്കാൻ നേരമായില്ലേ? അത് കഴിഞ്ഞിട്ടാകട്ടെ. ആ, അല്ലേ, ഇവിടെ വന്ന് കുരുന്തയും കുത്തിയാൻ കിടക്കുകയാണ്. ആ കൗണ്ടറിലോട്ട് വന്നിരിക്കണം. എനിക്ക് കുളിച്ച് ഡ്രസ് പറയാൻ വെളിയിൽ പോകണം. മനസ്സിന് സുഖമില്ല മാനേജറെ. ആ ഡാൻസ് പാർട്ടിക്കാരന് പോക്കളഞ്ഞല്ലോ. ഇന്നത്തെ ഡാൻസ് എങ്ങനെ നടത്തും? അതെ, വേറെ സെറ്റുകാരെ അവരുടെ എന്തോ വിശേഷ വിധിയായിട്ട് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞൊരു എഴുത്ത് അയച്ചിരുന്നല്ലോ. അവരൊന്ന് അന്വേഷിച്ചാലോ? ശരിയാണല്ലോ. പക്ഷേ അവർക്ക് 12,000 രൂപ കൊടുക്കണ്ടേ? കൊടുക്കുന്നല്ല ഞാനല്ലേ. അത് ഞാൻ 1,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിക്കും. കൊടുക്കാൻ ഭാവിക്കുമ്പോ മേശ തന്ന രൂപയെല്ലാം കൂടി ഞാൻ ഭാര്യ ഉടനെ നിങ്ങളവിടെ വേണം. തടസ്സം ചെയ്യണം. നമ്മൾ തമ്മിലൊരു വലിയ വഴക്ക്. ഞാൻ രൂപ നിരത്തോട്ട് ഒരൊറ്റ ഏറാണ്. 150 രൂപയെ കാണുള്ളൂ. ബാക്കി രൂപ മേശയിൽ നിന്ന് ഭാര്യ എടുത്തോണ്ട് നിങ്ങളുടെ ഉദ്യോഗം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഒരൊറ്റ പോക്കങ്ങ് പോകും. കിട്ടിയ ആട്ടയെന്നും പറഞ്ഞ് ഈ 150 രൂപ എടുത്തിട്ട് അവരങ്ങ് പോകുള്ളൂ. ഉത്സാഹിച്ച് പഠിക്കണം കേട്ടോ. ഞാൻ അവിടെ ചെന്ന് ചേർന്ന് ഉടനെ എല്ലാ വിവരത്തിനും കത്തെഴുതാം. വരട്ടെ. ചിരിച്ചു നാം മരിക്കണം
ചിരിച്ചു ചിരിച്ചു നാം പഠിക്കണം. കുറവില്ല കരയില്ല ഇവിടെ. രാജ എന്റെ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ. പുലരിതൻ പുതുമയിൽ നീന്താം എന്നും മധുരയ്ക്കും മാനസമാവാം. പുലരിതൻ പുതുമയിൽ നീന്താം എന്നും മധുരയ്ക്കും മാനസമാവാം. മയങ്ങി മയങ്ങി നാം സുഖിക്കണം. മയങ്ങി മയങ്ങി നാം സുഖിക്കണം. മതമില്ല തരമില്ല ഇവിടെ. രാജ എന്റെ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ. ജീവിതമെന്നത് സുഖമാണ്. അതിൽ ആടുക പാടുക രസമാണ്. വിലയില്ല വിലയില്ല ജന്മം. ഇതിൽ വരവില്ല ചിലവില്ല എന്നും. രാജ എന്റെ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ രാജ ഓഹ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. നമസ്തേ. ഇരിക്കണം. ഇവിടെ താമസത്തിന് അസൗകര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. കഴിഞ്ഞ ഡാൻസിനെ പറ്റി അഭിപ്രായം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വളരെ നല്ല പേരാണ്. ഞങ്ങൾ നടത്തിയ സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. അടുത്ത പ്രാവശ്യം വളരെ ആൾ കൂടുമെന്നാണ് പറയുന്നത്. അതിന് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റിയില്ല. ഉടനെ പോകണം. അയ്യോ, അടുത്ത പ്രോഗ്രാമിന് നിങ്ങളുടെ പേര് വെച്ച് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു. നാട്ടുകാർ മുളയ്ക്ക് വന്ന് കാണട്ടെ. കല എന്താണെന്ന്, അഭിനയം എന്താണെന്ന്, താളം എന്താണെന്ന്. ഞങ്ങൾ പലയിടത്തും പ്രോഗ്രാം ഏറ്റിരിക്കുകയാണ്. അത് മുടക്കാൻ സാധ്യമല്ല. പോയേ മതിയാവും. അതൊക്കെ വേണ്ടാന്ന് വെക്കണം. നിങ്ങളുടെ കൂടെ ഡാൻസ് പഠിക്കാൻ കുറെ ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ അതിനെല്ലാം സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷെ അതിന് സൗകര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ ഹോട്ടലിൽ ആര് കാലെടുത്ത് വെച്ചിട്ടുണ്ടോ അവരാരും പാഴായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വന്നു, നല്ല പേര് കൊടുത്തു, കുറെ ശിഷ്യന്മാരെ സമ്പാദിച്ചു. അതുകൊണ്ട് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ താമസിച്ചേ തീരൂ. ഞാൻ പോയിട്ട് ഉടനെ മാനേജർ ഇങ്ങോട്ട് അയക്കാം. അല്ല, അമ്മയാണോ തൂത്ത് വരുന്നത്? എനിക്ക് തൂത്താരെന്താ? കൈക്ക് പുണ്ണ് വന്നു പോകുമോ? അതാ, ആര് വരുന്നുണ്ടെങ്കിൽ തന്നിട്ട്. നാരണമുള്ള അല്ലേ? നീ പോയിട്ട് കാപ്പി കൊണ്ടോ. തരണം നാരണമുള്ളേ. കൊറേ നാളായല്ലോ കണ്ടിട്ട്. എന്തോ പറയാനാ, ഇങ്ങോട്ട് ഓടി നടന്നു വരികയോ നമ്മുടെ നീയൊന്നല്ലോ വരികയോ. അപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നപ്പോ ചെറുക്കം പറഞ്ഞു ഇവിടുന്ന് ആളയച്ചിരുന്നു. എന്താ വിശേഷം? തന്നെ വിളിപ്പിച്ചാൽ എന്താ വിശേഷം എന്ന് പ്രത്യേകിച്ച് പറയണം. അപ്പോ ഇവിടെ പെൺകുച്ചിന്റെ കാര്യത്തിലാണോ മകന്റെ കാര്യത്തിലാണോ? പെൺകുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മകന്റെ കാര്യത്തിൽ. എങ്ങോട്ട് പോയി? അവൻ ഉദ്യോഗം കിട്ടി അന്നേ പോയി. മദ്രാസിലാ. അയ്യോ, ഇതൊക്കെ ആരറിയുന്നു? എടോ, അവൻ ചെറുപ്പമല്ലേ, പോരെങ്കിൽ അന്യ നാട്ടില്. പിന്നെ ഇവിടുത്തെ ചുറ്റുപാടുകളെല്ലാം നാരണവിളിക്ക് അറിയാമല്ലോ. വലിയ സ്വത്തും പരീക്ഷയും ഒന്നും വേണ്ട. നല്ല സ്വഭാവ ഗുണമുള്ള ഒരു പെൺകുട്ടിയെ താൻ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്റെ കയ്യോട് വാദിച്ചേക്കാം. നമ്മുടെ കലക്കോട്ട് ഗോപാലുള്ള വക്കീൽ അദ്ദേഹത്തിന്റെ മകളൊരു കുട്ടിയുണ്ട്. പിന്നെ പണ്ട് പേഷ്കാരായിരുന്ന മാധവൻപിള്ള അദ്ദേഹത്തിന്റെ മകളുടെ മകള് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ഒരു 10-12 ഇപ്പൊ നമ്മുടെ സ്റ്റാക്കിലുണ്ടെന്നേ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാ. ഏതായാലും ആരും പഴിക്കാത്ത നിലയിൽ അവന് ചേരുന്ന ഒരു പെണ്ണായിരിക്കണം. അടുത്ത അവധിക്ക് വരുമ്പോ നടത്തുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം, താൻ ഗോപിക്ക് വേണ്ടി പെണ്ണിനെ നോക്കുന്ന കൂട്ടത്തിൽ ഇവളെ കണ്ടില്ലേ? ഇവൾക്ക് ചേരുന്ന ഒരു ചെറുക്കനെ അന്വേഷിക്കണം. ഇത് ഇവിടുത്തെ വേലക്കാരിയാ, ലക്ഷ്മി. അവർക്ക് പറ്റിയ 2 പേര് നമ്മുടെ കയ്യിലുണ്ട്.
ഒന്ന് നമ്മുടെ തോട്ടം വായിച്ചൊരു പാച്ചുവയുടെ മകനൊരു പയ്യനെ, പിന്നെ ഒന്ന് നമ്മുടെ ഒരു സ്വന്തമാ. അവൾ ഇവിടുത്തെ വേലക്കാരിയാണെങ്കിലും എന്റെ ഒരു മകളെ പോലെ കരുതിയിരിക്കുക. അങ്ങനെ അവൾ ഇവിടെ കഴിയുന്നത്. അപ്പോ വീട് ഏതാ? കാപ്പി കുടിച്ചട്ടെ. അവക്ക് പറയത്തക്ക വീടും ബന്ധുക്കളും ഒന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ. ഇവിടെ വെച്ച് തന്നെ വിവാഹവും നടത്തും. ഒരു 10-12 പവന്റെ ആഭരണവും കൊടുക്കും. എന്നാ ഉടനെ ഞങ്ങൾ തട്ടിയേക്കാം. അത് ഉടനെ നമുക്ക് നടത്തണം. അപ്പോ അങ്ങനെയാണെങ്കിൽ നാറായുള്ള തരാമെന്ന് ഇനി വരുമ്പോഴാട്ടെ. ഇത് 4,000. 4,000. ബാലൻസ് 500. That is 2,000 rupees. ഹലോ 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 ഹലോ. ഇവിടെ എന്താണോ വരുന്നത്? ഞാൻ ഫോൺ നടന്നു വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാരും ഡാൻസ് പഠിക്കാൻ വന്നിരിക്കുകയല്ലേ? ഇവർക്കെല്ലാം എന്താണ് ഫീസ്? കൊച്ചുകുട്ടികൾക്ക് 30 രൂപ. പിന്നെ ഒരു പ്രായമായി കൈ കാലൊക്കെ തളർന്നവരെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചു വരുമ്പോൾ മാസത്തിൽ കുറച്ച് വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് അവർക്കൊരു 50 രൂപ. എനിക്കൊന്നും ഇപ്പൊ ഡാൻസ് പഠിക്കണ്ട, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഓ, അങ്ങനെ ഒരു പരിപ്പമൊന്നും വേണ്ട. ഈ കൂട്ടത്തിൽ പഠിക്കുന്നേ പഠിച്ചോട്ടെ. 30 രൂപ എന്നാണ്. അപ്പൊ ഫീസ് കൊടുക്കാൻ എല്ലാവരും ക്യൂ ആയിട്ടിരിക്കണം. 1 രൂപ വന്നാൽ ക്യൂ ആയിട്ട്. ചേച്ചി ചേച്ചി ചേച്ചിയുടെ കല്യാണത്തിന് എനിക്കൊരു ടല്ലി ഷർട്ട് ഒരു നിക്കറും അമ്മ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എന്താ ചേച്ചി പറയുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചാൽ ഒരു ആപത്തല്ലേ? ഒരാപത്തുമില്ല, ഞങ്ങൾ പോവുകയാണ്. ഒരു പരിപാടി കൂടെ നടത്തിയിട്ട് പോയാ ഒരു പരിപാടി നടത്തുന്നില്ല. മിസ്റ്റർ പണം തരണം. പോണോ? ഏത് പണം? എന്താ നടത്തിയിട്ട് പോണം? ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിന് വേണം. ഏത് പരിപാടി? ഡാൻസ്. ഡാൻസോ? അതോ ഡാൻസോ? രണ്ട് തിരിഞ്ഞ് നാറാണക്കല്ല് വീഴുന്ന റോഡേ നടന്നു വിളിച്ചു കയറ്റി ഒരു പ്രോഗ്രാം തത്തിയും പെരുകിടവും തുളാങ്കിതവും ഇതെല്ലാം പറഞ്ഞൊരു ഡാൻസ് നടത്തി ഹോട്ടലിന്റെ പേരും കെടുത്തി. ഒരൊറ്റ മനുഷ്യ ഈ ഹോട്ടലിൽ തിരിഞ്ഞു കയറിയിട്ടില്ല. ഒരു ഡാൻസ് കഴിഞ്ഞാൽ അതറിയോ മിസ്റ്റർ? നിങ്ങൾക്ക് സത്യത്തില് നല്ല ചീത്തപ്പേര്. എന്നാ ആ ചീത്തപ്പേര് മാറ്റി ഒരു നല്ല പേരുണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് പലരുടെയും കാല് പിടിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും. ഒട്ടനെ കെട്ടും പാങ്ങെടുത്തുണ്ടെങ്കിൽ തിരിച്ചല്ലോ. പക്ഷേ ഈ ഹോട്ടലിൽ താമസിച്ച് ഇത്രയും നാളുകൊണ്ട് വരുത്തിയ നഷ്ടത്തിന് നിങ്ങൾ പരിഹാരം പറയും. ഇതിന് സമാധാനം ഞാൻ പറയുന്നില്ല. നാണം കെട്ട വർഗം. ലക്ഷ്മി, നീ എന്താ മോളെ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലേ? എപ്പോഴും ഉത്സാഹമായി ഓടി നടന്ന പെണ്ണ് ഇങ്ങനെ കയറി തൂങ്ങി പിടിച്ചിരുന്നാലോ? ഞാനങ്ങനെ ഇരിക്കുന്നുണ്ടോ അമ്മേ? രാധയാണെങ്കിൽ കോളേജിൽ പോക്കും പഠിത്തവും എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എടുത്തൊരു മൂലയെ പോയി കുത്തിയിരിക്കും. ഉദ്യോഗം എന്നും പറഞ്ഞ് ഗോപി അവന്റെ പോക്കിന് പോയി. പിന്നെ ഈ വീടിനൊരു അനക്കവും അലങ്കാരവും നീ ഉള്ളത് കൊണ്ടാ. നീ ഇങ്ങനെയും കൂടെ ആയാൽ പിന്നെ എനിക്ക് എന്താ ഒരു സന്തോഷം? ഇല്ലമ്മേ, ഇനി മുതൽ ജോലി ഇല്ലാത്തപ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാം. അങ്ങനെ വേണം മോളെ. ഗോപി പോയപ്പോഴും എന്താ പറഞ്ഞെന്നറിയാമോ? ലക്ഷ്മി ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ഒരു വിഷമവും വരില്ല എന്ന്. ദൈവമേ. അതേ മോളെ, അവന് രാധയും നീയും 2 സഹോദരികളാണ്. എനിക്ക് നിങ്ങൾ 3 പേരും 3 മക്കളും. അവർ 2 പേരും എങ്ങോട്ട് പോയാലും എന്റെ മൂത്ത മകളായ നീ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നാ എന്റെ ആഗ്രഹം. രാമു ഇവിടുന്ന് വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെല്ലും. ലക്ഷ്മി, നിന്നെ പെറ്റമ്മയെ പോലെ ഇന്നുവരെ പോറ്റിയ ആ മഹതി നിനക്ക് വേണ്ടി വിവാഹാലോചന നടത്തുകയാണ്. നീ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്, സൽകീർത്തിക്ക് ഒരിക്കലും നീ പ്രതിബന്ധമാകരുത്. പോ, ഏതെങ്കിലും കാണാമറയെ തോടിപ്പോ. പോ. ഭഗവാൻ, അമ്മേ, ഞാനൊരു തെറ്റും ചെയ്തവളല്ലെന്നറിയാമല്ലോ. ആ
ആരോരുമില്ലാത്ത എന്നെ ഈ വിധത്തിൽ കണ്ണീര് കുടിപ്പിച്ച് എന്റെ ജീവിതം നശിപ്പിച്ചു കളയാനായിരുന്നു എന്നെ വലിച്ചു പിടിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ മുമ്പിൽ വെച്ച് പല സത്യവാചകങ്ങളും പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇനി ഞാനിവിടെ താമസിക്കാൻ കൊള്ളുകയില്ല. ഞാൻ ഈ വീട് വിട്ട് ഇതാ പോകുന്നു. ഞാൻ നിമിത്തം ഒരു കുടുംബം ഒരിക്കലും തകർന്നു പോകരുത്. ഞാൻ പോകട്ടെ. ഇതെവിടെയാ ചേച്ചി? നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നെ? നീ മിണ്ടാതെ കിടന്നുറങ്ങിക്കൂ. എന്തിനാ ചേച്ചി നമ്മൾ ആ വീട്ടിൽ നിന്ന് വന്നതെന്ന്? ചേച്ചി എന്തിനാ പറയുന്നത്? ഇതൊന്നും ഇപ്പൊ നീ അറിയണ്ട. നീ കിടന്നുറങ്ങിക്കൂ. നാളെ മുതൽ നമുക്ക് വല്ല കൂലിവേലയും ചെയ്ത് ജീവിക്കാം. അമ്മച്ചി വിഷമിക്കാതിരിക്കണം, ഞങ്ങൾ അന്വേഷിക്കാം. നമുക്ക് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ എന്താ? ഓ, അതൊന്നും വേണ്ടെന്നേ. അതല്ല ഈ വീട്ടിനെ കുറച്ചില്. ഇവിടെ നിന്ന് വിലക്കാരി ഒളിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ആളുകൾ ഓരോന്ന് കട്ടിച്ചു വയ്ക്കും. ആ, അത് ശരിയാണ്. അവളെ ഞാൻ എന്റെ മകളെ പോലെ വളർത്തിക്കൊണ്ടുവന്നത്. വേദന തോന്നിക്കുന്ന യാതൊന്നും ഞാൻ അവളോട് ചെയ്തിട്ടില്ല. ഏതായാലും കരയും പറയും ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അമ്മച്ചി വിഷമിക്കാതിരിക്കണം. എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്റെ ഭഗവാനെ. അറിയാ അല്ല നാളെ പോട്ടണോ? നീ എപ്പ വന്നു? ഞാൻ ഇപ്പൊ വന്നതാ. എനിക്ക് ഇരിക്കണ്ട. നിന്റെ അമ്മ വന്നെങ്കിൽ കാപ്പി വല്ലതും എടുത്തോണ്ട് എനിക്ക് നേരെ കാപ്പി വേണ്ട. എന്താ അതങ്ങനെ തന്നെ. ഞാൻ സുലോചനെ കൊണ്ടുപോകാൻ വന്നിരിക്കുക. എന്താ വല്ല വിശേഷം വല്ലോ? അളിയൻ അറിയാത്ത വിശേഷമൊന്നും എന്റെ വീട്ടിൽ നടക്കത്തില്ല. അപ്പൊ ഇവിടെ ഏതാണ്ട് ഉണ്ടായതല്ലോ നീ ഒന്നും ഉണ്ടായില്ലേ? എന്റെ അറിവിലൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ അറിവുണ്ടായിട്ടുണ്ട്. നീ ബാക്കിയായിട്ട് ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നിരിക്കാൻ. നീ അതൊന്നും പറയാതെ നീ അവിടെ ഇരി. ആട്ടെ, അളിയൻ എത്ര മക്കളുണ്ട്? അളിയൻ എത്ര മക്കളുണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഇല്ല, അളിയൻ തന്നെ പറയാം എത്ര മക്കളുണ്ടെന്ന്. ദൈവത്തിനാണ് എനിക്ക് വേറെ മക്കളൊന്നുമില്ല. ഞാൻ ഒരു നാടകക്കാരനായതുകൊണ്ട് ഇല്ലാവനൊന്നും പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. ഞാൻ അപ്പോ അളിയൻ ഒരു മകളല്ലേ ഉള്ളൂ? ദൈവത്തിനാണ് ഞാൻ സത്യം പറയാം. പിന്നെ കോട്ടയത്തൊരു നാടകം പഠിപ്പിക്കാൻ പോയിരുന്നപ്പം അവിടെ ഒരു സംബന്ധം ഉണ്ടെന്ന് പരാതി പറയുന്നത് ശരിയാ. ഈശ്വരനാണ് അതിനകത്ത് മക്കളൊന്നുമില്ല. ഇല്ലല്ലോ. അപ്പോ അളിയന് വേറെ മക്കളില്ല. ഓ ഓ ഓ ഓ നീ സൂചിപ്പിക്കുന്ന മറ്റേ കാര്യം അതെന്റെ കുറ്റമാണോ? ഞാൻ നാടകത്തിന് പോയപ്പം ഒരുത്തി അവളെ കെട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവെന്നും പറഞ്ഞുകൊണ്ട് കയറുമായിട്ട് എന്റെ പുറകെ വന്നു. അവളെ കൊല്ലിക്കിട്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതൊന്ന് മൂളിതാ. അവളെ വേറൊരുത്തം കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. അവളിലും പിള്ളേരില്ല. ആ നിലയ്ക്ക് അളിയൻ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ? എങ്ങനെ? സുലോചനയ്ക്ക് ചെലവിലുള്ള അവർ തന്നെ ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടെന്ന് വെച്ചോ. പിന്നെ അളിയൻ എന്തിനാ അവരെ ഇങ്ങനെ കൈ വീഴുന്നത്? പിന്നല്ലാതെ എനിക്ക് വളരെയായിട്ടൊന്നും വലിയ പിടിയൊന്നുമില്ല. കാര്യമുള്ള തുറന്നു പറയണമെന്നാണോ? അളിയൻ സുലോചനയുടെ കല്യാണം ഉറപ്പിച്ചോ? നിന്നോട് ആലോചിക്കാൻ ഞാൻ വല്ലതും ചെയ്യുമോ? ഇത് എന്നോട് ആലോചിക്കാൻ വന്നാലേ ഞാൻ അളിയനോട് കൂട്ടാക്കിയില്ല. അവന് വയസ്സ് 68 കഴിഞ്ഞു. 4 പെണ്ണ് കെട്ടിയവനാ. ചട്ടിക്കാരൻ, കള്ളുകൂടിയൻ.
പിന്നെ കുറച്ച് പണം ഉണ്ടെന്ന് വിചാരിച്ച് എന്റെ അനന്തരങ്ങൾ അവനെ പിടിച്ച് കൊടുക്കാനോ? എന്റെ പൊന്നളിയാ നാണുകുട്ടാ, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഇന്ദ്രവനുണ്ടല്ലോ ഒരുത്തനുണ്ടല്ലോ, അയ്യോ നോറാവുള്ളാന്ന് പറഞ്ഞ ഒരുത്തനെ, ആ ചെവുത്തോണ്ടി, അവൻ ചെയ്ത വേല ഇതല്ല. പിന്നെയാണോ എല്ലായിടത്തും പോകുമ്പോ പോയിരിക്കുന്നത്? അതും അവന്റെ ജോലി വേലയാണ്. അതിന്റെ ഒരു കാര്യം ചെയ്യും, നീ ക്ഷമിക്ക, ഞാൻ അവനെ വാരിക്കോളാം. നമുക്ക് ഇത്ര കാപ്പി ഉള്ളതല്ലോ. കാണുന്ന കടയിൽ പോയിട്ട് ഒരു പേര് തീർത്ത് വാങ്ങിച്ചോണ്ട് ഓടുന്നു വേണ്ട, പതുക്കെ വന്നേച്ചാ മതി. എന്റെ തലയിൽ വെച്ചിരിക്കുന്നത് താഴെ തിറങ്ങാമല്ലോ. ഇതാ, ഇത് കയ്യിലിരിക്കട്ടെ. അവ പോരില്ലെന്നേ, ആ കടയിൽ തീർക്കുന്നു കിട്ടില്ല. നീ എന്തിനാ ഭയപ്പെടുന്നേ? ഇവിടെ ആരും ഇല്ലെന്നേ, നീ റൂമിലേക്ക് പോവാ. എനിക്ക് വേണ്ട, എനിക്ക് രൂപ വേണ്ട. നീ ഇങ്ങനെ ഭയപ്പെട്ടാലോ? ഇവിടെ ആരും എനിക്ക് വേണ്ട, ദൈവത്തെ വിട്ടേക്ക്. എനിക്ക് വേണ്ട, എനിക്ക് രൂപ വേണ്ട. അയ്യോ, ദൈവം ഞങ്ങൾക്കെന്തിനു നൽകി വായും വയറും വാളോടെ? ദൈവം ഞങ്ങൾക്കെന്തിനു നൽകി വായും വയറും വാളോടെ? പെരുവഴിയല്ലാതൊരു വഴിയില്ല, പെരുവഴിയല്ലാതൊരു വഴിയില്ല. എരിവയർ പോറ്റാൻ വാളോടെ, എരിവയർ പോറ്റാൻ വാളോടെ. പട്ടിണിയില്ലേ ഇല്ലേ നാട്ടിലെന്നും പൊന്നോണം, വീട്ടിലെന്നും കല്യാണം. വീടിക്കുട്ടിയെ പോലെ നേറി നേറി തീർന്നിടുന്നു നാം, എന്തേ തീർന്നിടുന്നു നാം. 1000 വീട് ഞാൻ തെരുത്തെന്നാത്ത് ചൊല്ലിടും, 1000 വീട് ഞാൻ തെരുത്തെന്നാത്ത് ചൊല്ലിടും. കൂലി കയ്യിലെടുത്താൽ, കൂലി കയ്യിലെടുത്താൽ ദേശനൊരുക്കി വായ്പ തേടിടും. വരുമാനം ഉള്ളവന്റെ നിലവാരമാണിതെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെന്ത് കഴിയും ചേട്ടാ? ഇവിടെ ഒരു കൊച്ചു കുഞ്ഞിനെന്ത് കഴിയും ചേട്ടാ? കാവടിയെടുത്ത് ചിന്തുപാടി, വയർ പോറ്റുവാനായി നോറ്റു തുന്നം പാടി ആടി. കാവടിയെടുത്ത് ചിന്തുപാടി, വയർ പോറ്റുവാനായി നോറ്റു തുന്നം പാടി ആടി. ഈശ്വരന്റെ പേരും ചൊല്ലി മേലാൽ പരചൂഷണം ചെയ്യാനും എനിക്കറിയാൻ മേല. കാവടിയെടുത്ത് ചിന്തുപാടി. കുഞ്ഞുമക്കളുള്ളവരെ, കണ്ണിൽ മിഴിയുള്ളവരെ, കുഞ്ഞുമക്കളുള്ളവരെ, കണ്ണിൽ മിഴിയുള്ളവരെ, കുഞ്ഞിതിനെ കണ്ടാൽ ദയവില്ലാതെ വരുമോ? കുഞ്ഞിതിനെ കണ്ടാൽ ദയവില്ലാതെ വരുമോ? വിമ്മി വിമ്മി കരഞ്ഞിടും കുഞ്ഞിനും നൽകിയാലും സമ്മതിക്കില്ലവൻ നിങ്ങൾ. അമ്മിഞ്ഞെ കൊടുത്തിടാതെ, അമ്മേ കണ്ടില്ലയോ ഞാനും കുഞ്ഞല്ലയോ, അമ്മേ കണ്ടില്ലയോ ഞാനും കുഞ്ഞല്ലയോ. കല്ലുപോലും അലിഞ്ഞിടും കുഞ്ഞുമക്കളുടെ കണ്ണുനീരിൽ. അമ്മേ കണ്ടില്ലയോ ഞാനും കുഞ്ഞല്ലയോ, അമ്മേ കണ്ടില്ലയോ. പള്ളയിലടിച്ചു പാട്ടുപാടിയാൽ പൈസ തരാനൊറ്റാളില്ല. പിക്കാക്കെട്ടുകൾ അടുത്തവന്റെ പള്ളയടിച്ചാൽ കേസില്ല. ജോലിയെടുക്കാൻ ചെന്നാൽ എനിക്ക് ജോലി തരാനൊറ്റാളില്ല, ജോലി തരാനൊറ്റാളില്ല.
రామా చాడు రామా తల పోడు రామా చాడు రామా తల పోడు రామా రామా చాడు రామా తల పోడు రామా చాడు രാമാ തല പോడు രാമാ. ഇവിടെ ഇരിക്കുകയാണ്. ചെറുക്കനെയും കൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. അത് നാളെ അല്ലയോ? നേരത്തെ വരുന്നത് ഒരുങ്ങാനുണ്ടെങ്കിൽ ഒരുങ്ങിക്കോട്ടെ വിചാരിച്ചായിരിക്കുമല്ലോ. അവിടെ ഇവിടെ എല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്. വേണം, അത് വേണം. നമ്മുടെ അന്തസ് അനുസരിച്ച് എല്ലാം ഉണ്ടായിരിക്കണം. ആട്ടെ, ചെറുക്കൻ്റെ കൂടെ വേറെ വല്ലവരുണ്ടോ? ആരുമില്ല. ചെറുക്കനും പെണ്ണുമായിട്ട് ആദ്യം ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചോ. ഇന്റർവ്യൂ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ആദ്യം ഒരു കല്യാണം കഴിഞ്ഞതാ. പക്ഷെ അത് കുഞ്ഞുങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലത് വേണ്ട. ഒന്നല്ലേ കഴിച്ചുള്ളൂ. പാൻ പറയുന്നത് ആണുങ്ങളായാലും അങ്ങനെയൊക്കെ വേണം. രണ്ട് തലമുടി നരച്ചിട്ടുണ്ട്. പക്ഷെ അത് വയസ്സായിട്ടൊന്നും കണക്കാക്കണ്ട. എണ്ണക്കേട്. ഇപ്പൊ നേരമില്ലാത്ത ചെറുപ്പക്കാരാരാ? അത് പറ. പിന്നെ ഇന്നലെ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ കാലൊന്ന് മടുത്തു. അതുകൊണ്ട് ചട്ടുകാലിനാണെന്ന് ധരിക്കരുത് കേട്ടോ. ചട്ടുകാലിനാന്ന് വിചാരിച്ചായിട്ട് പെണ്ണ് കിട്ടണ്ടേ? അങ്ങനെ ചോദ്യര് നമുക്കെന്താ വേണം? പെണ്ണ് സുഖമായിട്ട് കഴിയണം, അതല്ലേ വേണ്ടു. ഏണ്ടില്ലേ ഷാപ്പ് എത്ര പിടിച്ചിരിക്കുന്നത്? ഷാപ്പോ ഷാപ്പോ കറമ്പനും വെളുമ്പനും. ഈ കല്യാണം ഒന്ന് കഴിയട്ടെ. ആരാന്നറിയാമോ? അപ്പൊ നമുക്കൊന്ന് കറങ്ങണം. എല്ലായിടത്തെയും അവന്റെ ഗുണം ഒന്ന് അറിയണം. ഇത് കണ്ടോ? 10 രൂപ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ചെറുക്കനെ വഴിച്ചെലവിൽ തന്നതാ. അതിന് ഇനി മാത്രം വേണം. 2 രൂപ മതി. അപ്പൊ ബാക്കി എത്ര ഉണ്ടല്ലോ. നമുക്ക് ഇതാന്ന് കറക്കണമെന്ന് ചോദിക്കണം. പള്ളിക്കൂടത്തിലൊന്ന് കറങ്ങാം. അവനെ ഇങ്ങ് വരുത്തിക്കളയാവുന്നേ. ഒരു കോഴിയൊക്കെ ശരിപ്പെടുത്തിക്കളയാൻ. ഞാൻ കേട്ടോ, അവള് പറയുന്നത് ചന്തയിൽ നല്ല മീൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞ കരിമീറ്റ് കുറച്ച് മേടിച്ചു. കാണും കാണും, മീനൊക്കെ കാണും, മീനൊക്കെ കാണും. അപ്പഴേ നമുക്ക് ഇത് അവളെ ഏൽപ്പിച്ചിട്ട് നമുക്ക് 5-6 വെറ്റിലെടുക്കണം. കൊടിയെന്ന് കൊടിവാശനും കൂടെ അതെ കുടുംബല്ലേ കഴിഞ്ഞു കൂടണ്ടേന്ന് മീൻ മേടിക്കാൻ പറഞ്ഞാ. ചെറുക്കം വരുമ്പോ ഷാപ്പോടുകൂടിയാണ് സർക്കാരം. പിള്ളേരോട് പറഞ്ഞ 2 വെച്ച് എടുത്തു വെച്ചേക്കാം. ഈ വയസ്സുകാലത്ത് എന്നെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. വേണ്ട, ഞാൻ അയ്യോ നമ്മളെ അങ്ങനെ ഒന്ന് നോക്കാറുണ്ട്. എന്നാ ഞായറാഴ്ച എന്റെ കൈക്കും കാലും നല്ല ഉറപ്പില്ല. ഒന്നാമത് വയസ്സുകാലത്ത് കൂതര വെക്കുന്നത് നല്ലതാണ്. അയ്യോ ഉറുമ്പ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവൻ കടിക്കുന്ന അതല്ല. എന്റെ പേര് പറഞ്ഞാൽ മതി, അത് ഒറ്റ എണ്ണം കടിക്കല. അയ്യോ എന്താ അയ്യോ എല്ലാ ഉറുമ്പും ഒന്നിച്ചിന്ന് കൊടിച്ച് നീ ചോവണം അവിടെ. എടാ നീ ഇപ്പൊ പറഞ്ഞ എന്റെ മോളെ കെക്കാലിൽ കൊടുക്കണില്ലേ? അതും കള്ളുകൂടിയാന് പൊക്കോ. നീ അവിടെ ഇരുന്ന് ചോവണോ? അയ്യോ ഇനി ഞാൻ ഈ പെണ്ണ് കാണുന്ന പണി ഞാൻ നടക്കുകയല്ല. അയ്യോ എന്റെ അച്ഛനാണ് ഇനി ഞാൻ നടത്തിയല്ലേ. എന്റെ അച്ഛനെ അച്ഛനെ അയ്യോ വീഴുണ്ടോ അച്ഛനെ? അയ്യോ വീഴു വീഴു. എന്താ പറഞ്ഞ നീ ചാടി വന്നു? ചാടിയാ നീയും കെട്ടുകാലിൽ ഉറുമ്പ് എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കടിച്ച് അവിടെ ഇരുന്ന് കാണൂടോ. ഇടോ ഇമ്മാതിരി തൊഴിലും കൊണ്ട് ഇനി മേലാ നടക്കരുത് കേട്ടാ. താഴെ പോക്കട്ടെ. ഇനി തൊഴിൽ വേണ്ടിയാ നടക്കുകയല്ല ആശാനെ. ഓടിയോ? അയ്യോ ഓടിയോ? അയ്യോ ആ പാട് കുഴഞ്ഞു. എന്റെ ശരീരം താഴ്ന്നു. എന്താ വല്ല വിദേശമെന്താണോ? അതല്ല, നീ ഇപ്പൊ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഈ കുടുംബം നശിക്കും, ഈ തറവാട് കൊണ്ടോടും. എന്താ കാര്യം? ഇന്ന് ഏതോ ഒരു പാർട്ടിയുടെ ഡാൻസ് നമ്മുടെ ഹോട്ടലിൽ വെച്ചിരുന്നതാണ്. അതിന്റെ പേരിൽ ഒരുപാട് പണവും പിരിച്ചെടുത്തു. ഇപ്പൊ അവർക്ക് വരാൻ ഒക്കില്ല. അതിനിപ്പോ നമ്മളെന്താ ചെയ്യും? ഞാൻ എവിടെയെങ്കിലും ചെന്ന് ഒരു ഡാൻസുകാരിയോ ഡാൻസുകാരിയോ അവിടെ കൊണ്ടുവന്ന് കൊടുത്തേയോ. ആരെങ്കിലും കൊണ്ട് കൊടുക്കണം. അതിലായിരിക്കുന്നു. നിനക്കൊരു കാര്യം ചെയ്യാമോ? എന്താണ്? ഡാൻസ് കാണാൻ വന്നിരിക്കുന്നവരെല്ലാം കുടിച്ച് ബോധമില്ലാതായിരിക്കുന്നു. എന്ത് കണ്ടാലും അവർക്കൊരു പുകവരെ തോന്നുള്ളൂ. അതിന് നീ പണ്ട് പഠിച്ച തിരുവാതിരയുടെ ആ കാലൊന്ന് വേഗം ചവിട്ടി പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് വെച്ചാല് നമുക്ക് ആ കാര്യം ഒന്ന് സാധിക്കാം. ഒന്ന് ചവിട്ടിയേ. പിന്നെ എന്റെ അടുത്ത് വെള്ളത്തിന് കൊണ്ടുവന്നാലുണ്ടല്ലോ. എന്റെ പൊന്ന് കല്യാണി ചടപടാന്ന് 3-5 ചവിട്ടി പഠിക്കാം. നാളെ
മുതലാളിയല്ലേ ഇരിക്കുന്നത്. നിനക്ക് കൂലി കിട്ടിയില്ല അല്ലേ? നീ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. നല്ല ശരീരം. സാറേ കൂലി തന്നട്ടെ. എടി, നിനക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാക്കി തരാം. ഞാൻ പറയുന്നത് കേക്ക്. എന്നോട് ഇതൊന്നും പറയണ്ട. കൂലി തന്നട്ടെ. കൂലി തരുന്നില്ല എന്നാലോ? സാറ് തന്നെ എടുത്തു. അങ്ങനെ അങ്ങ് പോയാലോ? കൈ വിടൂ സാറേ. വിടുന്നില്ല. എന്റെ കൈ വിടാനാ പറഞ്ഞു. ഇങ്ങോട്ട് കേറി വാ. കൈ വിടാൻ ഇത് വരാനല്ലോ പറഞ്ഞത്. കൈ വിടൂ. കൈ വിടാനാ പറഞ്ഞു. നീ ആരാ? ഒന്ന് വെറുതെ ഇരു മുതലാളി. ആ പെങ്ങള് പോയിക്കോളൂ. ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിക്കോളാം. മുതലാളി നോക്കണ്ട, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഗോവിന്ദ, മേലാൽ പാവങ്ങളെ ഉപദ്രവിക്കുന്നിടത്ത് കൂട്ടു നിൽക്കരുത്. മുതലാളിയുടെ ഒരു ചിങ്കിടി. കരയാതെ. അമ്മ ഇപ്പൊ ലക്ഷ്മി ചേച്ചി എവിടെയായിരിക്കും? ഇനി ഇങ്ങോട്ട് വരില്ലേ? ലക്ഷ്മി ചേച്ചി വരും മോളെ. മോളെ നാണം ചോദിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കുമ്പിളിൽ എന്താണ്? അമ്പിളി മാമ, അമ്പിളി മാമ, കുമ്പിളിൽ എന്താണ്? കൊമ്പനാന ഏറി വരും അമ്പിളി മാമ, പൊന്നമ്പിളി മാമ. കൊമ്പനാന ഏറി വരും അമ്പിളി മാമ, പൊന്നമ്പിളി മാമ. പമ്പരം തിരിച്ചു വരും അമ്പിളി മാമ, പൊന്നമ്പിളി മാമ. പമ്പരം തിരിച്ചു വരും അമ്പിളി മാമ, പൊന്നമ്പിളി മാമ. അമ്പിളി മാമ, അമ്പിളി മാമ, അമ്പിളി മാമ, അമ്പിളി മാമ, കുമ്പിളിൽ എന്താണ്? അമ്പലത്തിൽ ചാർത്തിടുവാൻ മാല തരാമോ? പൂമാല തരാമോ?
മാമ ഉള്ളിൽ എന്താണ്? പിണ്ടലത്തിൽ കേളിയടാ നമ്പിളി മാമ പൊന്നമ്പിളി മാമ പിണ്ടലത്തിൽ കേളിയടാ നമ്പിളി മാമ പൊന്നമ്പിളി മാമ കൊണ്ടലിന്മേൽ ഏറി വന്നാൽ കൊണ്ടുപോകാമോ നീ കൊണ്ടുപോകാമോ കൊണ്ടലിന്മേൽ ഏറി വന്നാൽ കൊണ്ടുപോകാമോ നീ കൊണ്ടുപോകാമോ അമ്പിളി മാമ അമ്പിളി മാമ അമ്പിളി മാമ അമ്പിളി മാമ കുമ്പിളിൽ എന്താണ്? എന്താ വേണ്ട? നിങ്ങളെ മാനേജർ ഇല്ല. ഇവരുടെ പേര് അഹമഹമിഹിയ വർത്തമാനാഭിമാനമായിട്ട് ഞങ്ങളോട് ചോദിക്കാതെ ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചു. ഡാൻസിന് വന്നില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന നിങ്ങളുടെ ഭർത്താവ് മാനേജർ പറഞ്ഞുകൊണ്ട് തുടങ്ങും. അതൊന്ന് ചോദിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. വാക്ക് കൊടുത്തിട്ട് ചെന്ന് നിങ്ങൾ കുഴപ്പമുണ്ടാക്കും. ആര് വാക്ക് കൊടുത്തു? നിങ്ങൾ തന്നെ. എന്നാര് പറഞ്ഞു? അയാളോടൊന്ന് പറഞ്ഞേരെ ഈ പപ്പുവാശാന്റെ കൈ അയാൾക്ക് നേരത്തെ അറിയാവുന്നു. പിന്നെ പിന്നെ അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഒന്ന് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അയ്യോ, നിയമസഭയിലെ മെമ്പറല്ലേ, പോടി. നിങ്ങളുടെയൊക്കെ അവസ്ഥ. അച്ഛനും മോളും കൂടി ഒന്നേമുക്കാ പണത്തിന് വഴി നീള ചാടാൻ നടക്കുന്നവരല്ലേ. നിങ്ങളുടെയൊക്കെ അവസ്ഥ. എറപ്പാടി, ചൂല, പട്ടി. എന്ത് പറഞ്ഞു? നിന്റെ ഭർത്താവ് 30 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. ഇപ്പൊ ഇതിന് ചെലവുണ്ട്. ഇനി സാറിന്റെ ഇഷ്ടം പോലെ തരണം. ചെനയുണ്ടല്ലേ? രാമു, ഇതിനെ നീ നോക്കിക്കോളണേ. 4-5 മാസം കഴിയുമ്പോ പ്രസവിക്കാനുള്ളതാണ്. ക്ഷീണിപ്പിക്കരുത് കേട്ടോ. പാടും പണം തരാം. മിണ്ടി പോരുത്. ഇവിടെ ആരും ഉണ്ണാതെ നിനക്ക് ചോറോ? വെളിയിൽ പോയിരി. എല്ലാവരും ഉണ്ടിട്ട് വന്നാ മതി. പോ. എന്താണ് ഇന്ന് മോങ്ങുന്നത്? പോയി ആരിനെ പിടിച്ചേട്ട്. എന്താണ് നിന്റെ വീട്ടിൽ നാട് മേടിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ രൂപയും കൊടുത്തിട്ടുണ്ട്. ഈ ചെറുക്കന് ഇവിടെ 100 കൂട്ടം പണിയുള്ളതാ. ഞാൻ സ്റ്റാഫിനോട് ഇതൊക്കെ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ദേ ഓൾ എഗ്രി. ഓഹോ, ആ മോളെ, ഇദ്ദേഹമാണ് ഞാൻ പറയാറുള്ള മിസ്റ്റർ ഗോപി. നമസ്കാരം. നമസ്കാരം. വരും, നമുക്ക് മുകളിലോട്ട് പോകാം. അതെ, ഓ ദാറ്റ്സ് ഓൾ റൈറ്റ്. കം ഓൺ. പാത്രത്തിന്റെ മൂട് എവിടെയാണ് ചേച്ചി? ചേച്ചിയോടെ കിടക്കാം. നമുക്ക് ഈ ഇടയായിട്ട് കൂടെ തളർത്തും ക്ഷീണവും കൂടുതലാ. പോയി ആരും കഞ്ഞി വെക്കാൻ പറ. മോളെ വാടി. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. പ്രേമമെന്തെന്നറിയാമോ?
ഓമലേ നീ പറയാമോ, ഓമലേ നീ പറയാമോ. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. കണ്ണൻ ചൊല്ലി രാധേ നീയൊരു കണ്ണാന്തളിയുടെ പൂവല്ലോ. കണ്ണൻ ചൊല്ലി രാധേ നീയൊരു കണ്ണാന്തളിയുടെ പൂവല്ലോ. അനുരാഗത്തെ വർണ്ണിക്കാൻ അറിയില്ലൊരുവനുമേ. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. വൃന്ദാവനിയിൽ രാധയോടൊരു നാൾ നന്ദഗോപാലൻ ചോദിച്ചു. പ്രേമമെന്തെന്നറിയാമോ, ഓമലേ നീ പറയാമോ, ഓമലേ നീ പറയാമോ. നമസ്കാരം. നമസ്കാരം. സാറില്ലേ ഇവിടെ? അച്ഛനിപ്പോ വരും, ഇരിക്കണം. താമസിച്ചേക്കും എങ്കിൽ ഉടൻ വരും, ഇരുന്നാട്ടെ. ഞാൻ പോയി കാപ്പി കൊണ്ട്. വേണ്ട, ഞാൻ ഇപ്പൊ കാപ്പി കുടിച്ചു. അപ്പോ എവിടെയാ താമസം? ഇവിടെ അടുത്തൊരു ലോഡ്ജിലാണ്. പഠിക്കുകയാണോ അതോ? BSc പാസ്സായി, മെഡിസിന് പോകണമെന്ന ആഗ്രഹം, അതിന് ശ്രമിക്കുകയാണ്. വെരി ഗുഡ്. അടിയന്തരമായി ഒരു പേപ്പർ ഒപ്പിടിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വരില്ലല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിനെന്താ, അച്ഛൻ വരട്ടെ. സാവധാനത്തിൽ ഒപ്പിടിച്ച് ഊണ് വെച്ചിട്ട് പോയാൽ മതി. ഇത് ഞാനിവിടെ വെച്ചിട്ട് പോവാം. കുറെ കഴിഞ്ഞ് പ്യൂണിനെ അയക്കാം. എന്താ ഇത്ര ധൃതി? വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അമ്മയും ഇളയ സഹോദരിയും ഉണ്ട്. അവൾ കോളേജിൽ പഠിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. ഊണ് വെച്ചിട്ട് പോയാൽ പോരെ? ഇപ്പൊ വേണ്ട, ക്ഷമിക്കണം. അച്ഛൻ വന്ന വിവരം പറയണം. സൗകര്യമുള്ളപ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരണം. അതെ.
നിനക്ക് വയറ്റിലുണ്ടില്ലേ? ഉണ്ട്. അപ്പോൾ നീ എന്തുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആകാവുന്നിടത്തോളം കാലം അങ്ങ് ഒതുക്കത്തിൽ കഴിയാമെന്ന് വിചാരിച്ചല്ലേ? ഇനി ഇതൊക്കെ ഒതുക്കത്തിൽ വെച്ച് എത്ര നാൾ ഒതുക്കാൻ സാധിക്കുമടി? അത് ഇനി നിന്റെ ഉദ്ദേശം എന്തോന്നാ? ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. അപ്പൊ ഇവിടെ കൊണ്ടങ്ങ് പ്രസവമൊക്കെ കഴിയാമെന്നാ വിചാരം. ഇവിടെ സമ്മതിച്ചാൽ. എന്നാലേ എനിക്ക് സമ്മതമില്ല. തന്നെയുമല്ല, ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കാനും സാധിക്കുകയില്ല. അയ്യോ, ഈ അവസരത്തിൽ എന്നോട് ഇങ്ങനെ പറയരുത്. നിനക്ക് ചോറ് തന്നതും പോരാ, ഇതിന്റെ പ്രസവത്തിലൂടെ ഞാൻ അന്വേഷിക്കണോ? എന്താ? ഇവക്ക് വയറ്റിലുണ്ടെന്ന്. അത് കൊള്ളാം. ഇതൊരു വാർത്തയാണോ? പെണ്ണുങ്ങൾക്കല്ല, പിന്നെ ആണുങ്ങൾക്കാണോ വയറ്റിലുണ്ടാകുന്നത്? ആരും പോരുമില്ലാത്തവളല്ലേ? പോരെങ്കിലും ഇവിടെ വേലയ്ക്ക് എന്നവളുമാണല്ലോ. പ്രസവത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കണമല്ലോ. അല്ലേ, വേദാന്തം കൊള്ളാമല്ലോ. ആ ലക്ഷ്മി, ഇവിടെ നിന്നൊക്കെ പറയും കേട്ടോ. നീ ഇതൊന്നും കണക്കിലെടുക്കണ്ട. നീ പോകാനുള്ള വഴി നോക്കിക്കോ. ശരി, ഈ പ്രസവ കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് അനുകമ്പ വേണ്ടത്. ആണേ, സമ്മതിച്ചേ. പക്ഷെ ഈ കാര്യത്തിൽ അവർ ഇടപെടണ്ട. ഇത് പെണ്ണുങ്ങളുടെ കാര്യമാ. ലക്ഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും ഈ കാര്യത്തിൽ പറയണ്ട. ആളുകൾ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക വല്ലതും പറയാനായിട്ട്. ഒടുവിൽ ആവശ്യമില്ലാത്ത അപരാധങ്ങളെ പിടിച്ച് തലയിൽ വെക്കേണ്ടി വരും. എന്തായാലും കഷ്ടമാണ്. ആദ്യമേ തന്നെ ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. അന്ന് അവൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പടിക്കകത്ത് ഞാൻ അവളെ കയറ്റോ? അപ്പൊ നമ്മളെ സാധിക്കാമെന്ന്. ഇറങ്ങി പുറത്ത്. അവൾക്ക് കുറച്ച് പണമെങ്കിലും കൊടുത്തായിരിക്കും. ഇത് അതിനേക്കാൾ നല്ല കൂട്ട്. അവൾക്ക് പണം കൊടുത്ത ആൾക്കാർ എന്തോന്ന് പറയും? വേലക്കാരി ഗർഭിണിയായപ്പോൾ നമ്മൾ കുറെ പണം കൊടുത്ത് പറഞ്ഞയച്ചാന്ന് വിചാരിക്കും. ഇനി ഇതിന് തന്നെ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആര് കണ്ടു? ഒരപരാധവും ആളുകൾ പറയുകയില്ല, ഞാൻ പറയിപ്പിക്കുകയുമില്ല. ഞങ്ങൾ പൊയ്ക്കൊള്ളാം. വേണമെങ്കിൽ 100 രൂപ കൊടുത്തേക്കാം അല്ലേ? വേണ്ടമ്മേ, ഞങ്ങൾക്കൊരു പൈസ പോലും വേണ്ട. ഇതുവരെ ഇവിടെ താമസിപ്പിച്ചതിനുള്ള നന്ദി ഞങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കും. ഞങ്ങൾ വരട്ടെ. വരാമോ? ഈ ചെറുക്കൻ ആങ്ങളച്ചെറുക്കനാണെന്ന് പറയുന്നുണ്ട്. അത് കണ്ടു. വെറുതെ അല്ലേടി നീ പ്രസവിക്കാത്തത്. ഇന്നലെ വീട്ടിൽ വന്നിരുന്നു അല്ലേ? അതെ, മകൾ പറഞ്ഞു. എന്താ വന്ന ഉടനെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്? കുറച്ച് വർക്ക് ബാക്കിയുണ്ടായിരുന്നു, അത് പെൻഡിങ്ങിൽ വെക്കണ്ടല്ലോ എന്ന് കരുതി. വെരി ഗുഡ്. മേലാൽ ഞാൻ ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഗോപി ചെയ്താൽ മതി. അതിനുള്ള സകല അവകാശങ്ങളും ഞാൻ ഗോപിക്ക് തന്നിരിക്കുന്നു. താങ്ക് യു. വീട്ടിൽ വന്നിട്ട് ഊണഴിക്കാതെ പോകുന്നതിൽ മകൾക്ക് വളരെ വിഷമമുണ്ട്. ഓ, അത് ഇനിയും ആകാമല്ലോ. ഒരു കാര്യം ചെയ്താൽ എന്താ? ഗോപി ഇപ്പൊ ലോഡ്ജിലല്ലേ താമസിക്കുന്നത്? അതെ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ? ഇല്ല, എനിക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ലാഡ്ജിലുണ്ട്. അവിടെ ഞാനും മകളും മാത്രമല്ലേ ഉള്ളൂ. താമസിക്കാൻ ധാരാളം സൗകര്യമുണ്ടല്ലോ. ഗോപിയെ പറ്റി ചിലതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് അത്രയും അറിഞ്ഞാൽ മതി. ഗോപിക്ക് സമ്മതമാണെങ്കിൽ ഒരു ന്യായമായ ബന്ധത്തോടു കൂടി തന്നെ അവിടെ താമസിക്കാം. ക്ഷമിക്കണം സാർ, അതേപ്പറ്റി ഒരു തീർച്ച പറയാൻ. മനസ്സിലായി. ഗോപിയുടെ അമ്മയുടെ അഭിപ്രായം അറിയണം അല്ലേ? ഞാൻ തന്നെ എഴുതാം. പുറകെ ഗോപിയുടെ അഭിപ്രായം അറിയിച്ചാൽ മതി. എന്താ ഗോപി മൗനം? എന്റെ മകൾ അത്ര വിരൂപിയൊന്നുമില്ല. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസവുമുണ്ട്. എക്സ്ക്യൂസ് മീ സാർ, ഇനിയും ഒരു വിവാഹം. പക്ഷെ ഗോപി വിവാഹിതനാണോ? പൊതുജന മധ്യത്തിലല്ല. പക്ഷേ ക്ഷമിക്കണം ഗോപി, അറിയാതെ പറഞ്ഞതാണ്. ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതേപ്പറ്റി സംസാരിക്കില്ലായിരുന്നു. മിസ്റ്റർ ഗോപിയുടെ വിവാഹം എപ്പോഴായാലും ഞങ്ങളെ കൂടി അറിയിക്കണം. ആ മംഗളകർമ്മത്തിൽ ഞങ്ങൾക്ക് കൂടി ഇന്ന് പങ്കുകൊള്ളാൻ അതിയായ ആഗ്രഹമുണ്ട്. ശരി സാർ, താങ്ക് യു. നിർത്തും. എന്താ കുഞ്ഞ്? ഇവരെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അച്ഛനെ പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഒരു ആസ്പത്രിയിൽ എത്തിക്കാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ശരി, വരൂ കുഞ്ഞ്, വരൂ. പതുക്കെ പതുക്കെ. പതുക്കെ കയറും. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. വേണ്ട അച്ഛൻ, എനിക്കും അമ്മയും പെങ്ങളും ഉള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ കൂലി വാങ്ങിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. അങ്ങോട്ട്
മിസ്റ്റർ പ്രൊപ്പറേറ്റർ അമ്പുജാക്ഷം മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ അവർക്ക് ഒരു പണം കൊടുക്കാൻ വേണ്ടിയില്ല. എന്ത് ചെയ്യും? നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കില്ലേ? അത് പറ്റില്ല. അവരൊക്കെ തെരഞ്ഞു നോക്കും. എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പണിയാണെന്ന് പറഞ്ഞാൽ കസ്റ്റമർ കയറി കിടക്കും. അത് പറ്റൂല. എന്നാൽ നിങ്ങൾ മരിച്ച പോലെ ഇവിടെ കിടക്കും. ഞാൻ തലക്കിൽ നിന്ന് തരാം. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് ഇറങ്ങി പോകും. എന്നെ കുഴിച്ചിടുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പെമ്പറിനോട് കുത്തിയിരിക്കും. പിന്നെ എന്താ ചെയ്യപ്പോ? എന്താ ചെയ്യും? ഞാനും അതാണ് ആലോചിക്കുന്നത്. ഇല്ല, കളിമണ്ണ് നിൽക്കാം. എല്ലാത്തിനും ഞാൻ കൊല്ലും. അയ്യോ അരുത്, കാര്യം ഉണ്ടാണെന്ന് പറയൂ. കാര്യമൊക്കെ പിന്നെ പറയാം. അമ്പുരാക്ഷം കൊലക്കേസിൽ സാക്ഷി നിൽക്കാമോ എന്ന് അവിടെ നിന്നോ? ഞാനോ? അയ്യോ എനിക്ക് വയ്യ. പ്രൊപ്പറേറ്ററെ, ഞാൻ ഒരാളുടെ നമ്പർ കടം വാങ്ങിച്ചു. അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു. കൂടുതൽ ഞാൻ കൈക്ക് കിട്ടുമെന്നോട് പറഞ്ഞു. അത് ഇവിടെ ചെലവാക്കി ഇത്രയുള്ള കാര്യം ഇതിനാണോ ഈ ബഹളം? മാനേജരെ, വേണ്ട വേണ്ട, ഇത് ബഹളം കാണിക്കില്ല. ഇപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഞാൻ 50 രൂപ തന്നേക്കാം. പ്രൊപ്പറേറ്റർ വന്നത് നിന്റെ മഹാഭാഗ്യം. മഹാമനസ്കേ പ്രൊപ്പറേറ്റർ വന്നത്. അല്ലെങ്കിൽ നിന്റെ കൈ തവണ ശരീരം കിടന്നതിനായിരുന്നു. മാനേജരെ, ഞാൻ വന്നത് ഞാൻ മാനേജർക്ക് തന്ന പണം വാങ്ങിക്കാനാണ്. പ്രൊപ്പറേറ്റർ പോകാം. ഞാൻ ആ തോന്നില്ല നിൽക്കണം. എങ്ങനെയുണ്ട് കല്യാണം നമ്മുടെ വേല? ലക്ഷ്മി, ശരീരം വളരെ സൂക്ഷിക്കണം. കുറച്ചു ദിവസത്തേക്ക് അധികം ജോലികളൊന്നും ചെയ്യരുത്. മേലാണ് ഇത്തരം കുഴപ്പങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കും. ശരി മോനെ, കുഞ്ഞ് നല്ലപോലെ നോക്കണം കേട്ടോ. അമ്മയുടെ കത്തുകളിലൊന്നും അവൾ പോയ വിവരം എഴുതിയിട്ടില്ലായിരുന്നല്ലോ. ഈ കാര്യങ്ങളൊക്കെ നിന്നെ എന്തിനാ അറിയിക്കുന്നതെന്ന് വിചാരിച്ചു. 1 കൊല്ലമായി അവൾ പോയിട്ട്. രാധയുടെ കണ്ണുനീര് ഇന്നും തോർന്നിട്ടില്ല. കഷ്ടമായി പ്രേമി. ഏതായാലും അവൾ പോയി. ഇനി കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം, അല്ലാതെ എന്ത് പറയാനാ. നേരമായി, നീ വന്നുകൊണ്ട് കഴിക്കും. പേടിക്കാനൊന്നുമില്ല, പക്ഷെ സൂക്ഷിക്കണം. ഇതാ ഈ മരുന്ന് വാങ്ങിക്കൊടുക്കൂ. പാല്, ഗ്ലൂക്കോസ്, ഓറഞ്ച് എല്ലാം വാങ്ങിക്കൊടുക്കണം. നെക്സ്റ്റ്. അയ്യോ, ചേട്ടൻ ഇതുവരെ കാപ്പി കുടിച്ചില്ലേ? ഇതൊക്കെ തണുത്തു പോയല്ലോ. എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോ. അമ്മേ, അമ്മേ, എന്തിനാ അമ്മ വിളിക്കുന്നേ? അമ്മേ, ചേട്ടൻ ഇതുവരെ കാപ്പി കുടിച്ചില്ല. മോനെ, നീ എന്താ എപ്പോഴും ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ലമ്മേ. എങ്കിലും ആ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ നിന്ന് പൊയ്ക്കളഞ്ഞല്ലോ. പോയവള് പോകട്ടെ. നമ്മളെ അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവളെ വിചാരിച്ച് വിഷമിക്കുന്നു? എണീക്ക്, അപ്പുറത്ത് വന്നിരുന്ന് കാപ്പി കുടിക്കുക. ഞാനും ഒന്നും കഴിച്ചില്ല. വാ മോനെ. പാല്, ഗ്ലൂക്കോസ്, ഓറഞ്ച് എല്ലാം വാങ്ങിക്കൊടുക്കണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, അതിർത്തിയിൽ ശത്രു സൈന്യത്തോട് നിർദാക്ഷിണ്യം പോരാടി ആർഷഭാരതത്തിന്റെ അന്തസ്സും അഭിമാനവും നിലനിർത്തുന്ന 1000 വീര ജവാന്മാരുടെ ആയുസ് നിലനിർത്താൻ നിങ്ങളുടെ സേവനമാണ് രക്തദാനം. തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. തൽക്കാല ജീവിതാവശ്യത്തിന് അത് ഉപകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറക്കാതിരിക്കുക, രക്തദാനം. പാല്, ഗ്ലൂക്കോസ്, ഓറഞ്ച് എല്ലാം വാങ്ങിക്കൊടുക്കണം.
നീ അവധിക്ക് വന്നാൽ ഉടനെ നിന്റെ വിവാഹം നടത്തത്തക്ക രീതിയിലാണ് ഞാൻ നാരായണപിള്ളയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി താമസിക്കണ്ട. നമുക്കേ പെൺകുട്ടി ഒന്ന് കാണണ്ടയോ? കുഞ്ഞിന് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഉടനെ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിക്കളയാം. അവൻ എപ്പോഴും സൗകര്യം തന്നെയായിരുന്നു അല്ലേ മോനെ? ഞാൻ പറയാം അമ്മേ, ധൃതി വെക്കണ്ട. നാരായണപിള്ള പോയാട്ടെ. അതേ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് നീട്ടി വെക്കരുത്. അതെ, 2-3 വലിയ സ്ഥാനത്തൊന്നും ആലോചന വന്നതാ. പിന്നെ എന്റെ ഒരു ഒറ്റ വാക്കിലെങ്ങനെ നിർത്തിയിരിക്കുക. അങ്ങനെ തടഞ്ഞു വെക്കണ്ട. നല്ല നിലയിൽ പോകാനുള്ളതൊക്കെ അങ്ങ് പോട്ടെ. നമുക്ക് ആവശ്യപ്പെടുമ്പോൾ വേറെ അന്വേഷിക്കരുതേ. അങ്ങനെയല്ല കുഞ്ഞെ. നാരായണപിള്ള പറഞ്ഞു കേട്ടെടുത്തോളം അതെല്ലാം കൊണ്ട് നമുക്ക് പറ്റിയതാ. കയ്യിൽ വന്ന ഭാഗ്യം എന്തിനു വെറുതെ കളയുന്നു? അതാ ഞാനും പറഞ്ഞത്. അതിന് എനിക്ക് കുറെ ഏറെ അവധിയുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളെ അറിയിക്കാം. വേണ്ട, അടുത്ത ആഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നേക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് അറിയിക്കാം. വേണ്ടാന്നേ, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നേക്കാം. അപ്പോ ഇപ്പൊ ഞാനൊന്ന് പോയി വരാം അല്ലേ? അത് നല്ലത്. അവിടെ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞേക്കാം വിവരങ്ങളില്ല. അടുത്ത ആഴ്ച ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ? നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ. നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ. മാതാവിൻ ജീവിത പാതാള പരപ്പിലെ ശ്രീരാവും നവരത്നമണി വിളക്കേ, എൻ തങ്കക്കുടമേ നീ ഉറങ്ങുറങ്ങൂ. നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ. നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ. നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ. മാതാവിൻ ജീവിത പാതാള പരപ്പിലെ ശ്രീരാവും നവരത്നമണി വിളക്കേ, എൻ തങ്കക്കുടമേ നീ ഉറങ്ങുറങ്ങൂ. നിൻമുഖം കണ്ടപ്പോൾ കരഞ്ഞവൾ ഞാൻ, എൻ മുഖം കാണുമ്പോൾ ചിരിക്കുന്നു നീ.
വീട് ഏതാ? ഈ നശിച്ച ലോകത്ത് നല്ല കുഞ്ഞ്. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ പോരും. സുഖമായി താമസിക്കാം. ഒരു ജോലിയും ചെയ്യാതെ. അങ്ങനെയല്ല, കഴിയുന്ന ജോലി ചെയ്യുക. കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് വരെ എന്തെങ്കിലും ജോലി ചെയ്താൽ മതി. ദൈവമേ, ഇങ്ങനൊരാൾക്കെങ്കിലും കരുണ തോന്നിയല്ലോ. വരൂ മോനെ, വരൂ. വിഷമിക്കാനൊന്നുമില്ല. മനസ്സിന്റെ എന്തോ ക്ഷീണമാണ്. മറ്റു വിചാരങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ കിടക്കണം. ഗോപിക്ക് പ്രത്യേക അസുഖങ്ങളൊന്നുമില്ല. എന്തോ വല്ലാത്തൊരു മനോവിചാരം. എപ്പോഴും മൗനം തന്നെയാണ്. അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ അവസ്ഥാണ്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യണല്ലോ. അതിന് ഗോപികളെ വിചാരിച്ചെങ്കിലേ പറ്റും. ഒരു വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ അതിന് മാറ്റം വന്നേക്കാം. ഞാൻ അതിനുവേണ്ടി അവനോട് കേൺ അപേക്ഷിക്കുന്നുണ്ട്. അവൻ കേൾക്കുന്നില്ല. എന്ത് ചെയ്യാം? ഞാൻ ഒരു കാര്യം ചെയ്യാം. സൗകര്യം പോലെ അവനെ അങ്ങോട്ട് പറഞ്ഞയക്കാം. ഡോക്ടർ കാര്യമായി ഒന്ന് ഉപദേശിച്ചാൽ തീർച്ചയായും അവൻ കേൾക്കും. ശരി, ഞാൻ ശ്രമിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇന്ന ഇതെല്ലാം നിനക്കൊള്ളാണ്. ഈ വൃത്തിയുടെ വേഷമല്ല ഒന്ന് മാറ്റും. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെയല്ല, എന്റെ കൂടെ താമസിക്കുന്നവർ എന്നെ മാറി എപ്പോഴും നീറ്റായിട്ട് നിൽക്കണം. അതാണ് എനിക്കിഷ്ടം. ഇന്ന നീ എന്താ ആലോചിക്കുന്ന? ഒന്നും ആലോചിക്കണ്ട. ഞാനല്ലേ പറയുന്നത്, ഈ സാരി എല്ലാം ഉടുത്ത് നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. കളിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇവിടെ വലിയ വലിയ ആളുകളാണ് ഇരിക്കുന്ന സ്ഥലമാണ്. അമ്പുരാക്ഷിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. അയ്യോ, നിങ്ങൾ ഭയപ്പൊന്നും വേണ്ട. എന്നെ ഉപദ്രവിക്കരുത്, എന്നെ തൊടരുത്. ഭയപ്പെടാതെ, ഞാനൊരു പാവമാണ്. ഞാനൊരു പാവമാ. അമ്പുരാക്ഷി, ഈ സ്ത്രീ എന്നെ ഉപദ്രവിക്കുന്നല്ലോ. നീ എന്താണ് കാണിച്ചത്? അമ്പുരാക്ഷി വീണു. സാരമില്ല, ഒരു ചെറിയ പരിക്ക്, അത്രേ ഉള്ളൂ. ചേച്ചി, ചേച്ചി, മോനെ കുട്ടിയെ കൊണ്ട് അപ്പുറത്തെങ്കിലും പോകും. അവർ സ്വസ്ഥമായി കിടക്കട്ടെ. എങ്ങനെയിരിക്കുന്നു? കുഴപ്പമൊന്നുമില്ല. കാർ മുട്ടി ഇവർ വീണപ്പോൾ അച്ഛന് വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹം കൂടി കാറിലുണ്ടായത് ഭാഗ്യമായി. ഈ കുട്ടി ഇവരുടേതാണ്. വരൂ. നഴ്സ്, ഇഞ്ചക്ഷൻ വീണ്ടും കൊടുത്തില്ലേ? കൊടുത്തു. ടെമ്പറേച്ചർ? ഓ, സാരമില്ല. ലക്ഷ്മിയുടെ കുഞ്ഞിന് പത്മയെ വളരെ ഇഷ്ടമാണല്ലോ. വേണമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു. രാമ അങ്ങോട്ട് വരും. എവിടെയാണ് നിന്റെ മറ്റവള്? ഞാൻ അവിടെ ഒന്ന് കാണട്ടെ. കണ്ട എന്ത് ചെയ്യും? ഒരു തൊഴി കൊടുക്കും. തൊഴിച്ചു നോക്കി ഒന്ന് കാണാം. എന്ത് പറഞ്ഞാ ചെണ്ടി?
ഗോപിയുടെ പിടിവാശി മാറ്റിയേ തീരും. ഗോപിയുടെ അമ്മ വളരെ സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. അമ്മയെന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് തന്നെ ഡോക്ടർ ഇക്കാര്യത്തെ പറ്റി എന്നോട് പറഞ്ഞുകൊള്ളട്ടെ എന്ന് കരുതിയാണ്. എനിക്കത് മനസ്സിലായി. പക്ഷെ ദയവ് ചെയ്ത് ഡോക്ടർ ഇതിനെപ്പറ്റി എന്നോട് നിർബന്ധിക്കണം. ഓഹോ, അവിടെ കയറ്റിക്കിടത്തോ, ഞാനിപ്പോൾ വരാം. ഗോപി ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാനിപ്പോൾ വന്നേക്കാം. അച്ഛൻ പറഞ്ഞു അച്ഛൻ വന്നിട്ടേ പോകാവൂ. അത്രേ ഉള്ളൂ. ഈ കുട്ടി ഇത് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കുട്ടിയാണ്. ഞാനവിടെ സാധാരണ പോകും. എന്നെ കണ്ടാൽ പിന്നെ ഇത് മറ്റാരുടെ കയ്യിലും പോകുകയും. നല്ല കുട്ടി. ഇങ്ങോട്ടും തരൂ. രാമു, ചേച്ചി എവിടെയാ? ചേച്ചി ആശുപത്രിയിലാ. ഈ കുട്ടി ചേച്ചിയുടെ. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അമ്മ ഇവിടെ വെച്ച് ഉപദേശിച്ചു കൊടുത്തതെല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞു. നീ അതിനെന്ത് സമാധാനം പറഞ്ഞു? ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പോയതുപോലെ ഞാനും പറഞ്ഞു. നീ ഇങ്ങനെ അങ്ങ് വിഞ്ഞു തൊടാതെ കാര്യം പറ. ഞാൻ പറഞ്ഞില്ലേ, ഈ ജന്മം നിനക്ക് വിവാഹം വേണ്ടെന്നാണോ? ഇനിയും ഒരു വിവാഹം എനിക്ക് വേണ്ട. ഇനിയെന്ന് വെച്ചാ? 2 വിവാഹം ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നർത്ഥം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ മോൻ എന്നോട് തുറന്നു പറ. അമ്മയോട് ഞാൻ തുറന്നു പറയാം. ഞാനൊരു വിവാഹം ചെയ്തു കഴിഞ്ഞു. എവിടുന്നാ? ആരെയാ? ഇവിടെ തന്നെ, കുറച്ചു മാസങ്ങൾക്ക് മുൻപ്. നമ്മുടെ ലക്ഷ്മി. അയ്യോ എന്റെ മോനെ, ഇതാരറിഞ്ഞു? ഇങ്ങനെ വല്ലതും ഒരു കാര്യം സ്വപ്നത്തിലെങ്കിലും ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. മോളെ ലക്ഷ്മി, ദൈവമേ, ഞാനിങ്ങനെ ഒരു മഹാഭാവി ആയി പോയല്ലോ. അല്ലമ്മേ, അമ്മയല്ല, ഞാനാണ് മഹാഭാവി. രാമനെയോ? എവിടെയാ മോളെ? അമ്പലത്തിന്റെ നടത്തിയുള്ള നിൽക്കണ്ടായിരുന്നു. കയ്യിലൊരു കുഞ്ഞുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ കുഞ്ഞെന്നാ പറഞ്ഞു. ലക്ഷ്മിയുടെ കുഞ്ഞോ? ആ അതെ അമ്മേ, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. വാ മോളെ, നമുക്ക് പോയി വിളിച്ചോണ്ടിരാം. കുഞ്ഞെ, കുഞ്ഞിന്റെ അമ്മയും അനിയത്തിയും കൂടെ ആ വഴിയെ നെട്ടോട്ടം കുറുകോട്ടം കിടന്ന് ഓടുന്നു. അമ്മയെ രാതും കൂടെ ഓടുന്നു. എന്തിനാ? ഇവിടെ വേലയ്ക്ക് നിന്ന് രാമോ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ്, ഒരു ചെറുക്കല്ലേ, അവന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. രാമുവിന്റെ കയ്യിൽ കുഞ്ഞോ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ലെന്നേ. ആ കുഞ്ഞിനെ പിടിക്കാൻ അവരെങ്ങനെ വെച്ചു പിടിച്ചിരിക്കുക. എവിടെ? അയ്യോ, ഇത് അമ്പലത്തിന്റെ കിഴക്കേപ്പുറത്തോടെ അങ്ങനെ നെട്ടിട്ട് വെച്ചു പിടിക്കാറില്ല. എനിക്ക് ഓടാൻ വയ്യ. സാറേ, സാറിന്റെ അമ്മയും ആശുപത്രിയിലേക്ക് പോകുന്നുണ്ടല്ലോ. ആർക്കാണ് സാറേ അസുഖം? ആശുപത്രിക്കോ? അതെ. ചേച്ചി ചേച്ചി, രാധ ചേച്ചി അമ്മ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇങ്ങോട്ടോ? അതെ, രാധ ചേച്ചി എന്ന അമ്പലത്തിൽ വെച്ച് കണ്ടു. അയ്യോ, അപകടമായി രാമു. രാമു, അവർ നമ്മളെ കാണാൻ ഇടയാകരുത് മോനെ. ലക്ഷ്മി ചേച്ചി എന്നോട് വളരെ നേരം സംസാരിച്ചു. എന്തൊരു നല്ല സ്ത്രീ. അവരുടെ കുട്ടിക്ക് എന്നോട് എന്ത് സ്നേഹമാണെന്ന്. കുട്ടികൾക്ക് എപ്പോഴും സ്ത്രീകളോടായിരിക്കും മോളെ ഇഷ്ടം. രാമ, കുഞ്ഞെവിടെ മോനെ? ചേച്ചിയുടെ ഇല്ല. ചേച്ചിയുടെ? ചേച്ചി ഡോക്ടർ മുറിയില്ല. വരണം വരണം. ഞങ്ങൾ ലക്ഷ്മി ഒന്ന് കാണാൻ. ലക്ഷ്മിയെ പരിചയമുണ്ട്. പാവം, സാരമില്ല. താഴെ സ്പെഷ്യൽ റൂമിലാണ് കിടത്തിയിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നെന്ന് രാമ പറഞ്ഞല്ലോ. ഇങ്ങോട്ട് വന്നു. അതെ. ഡോക്ടർ, ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ഡോക്ടർ വരൂ.
ചേച്ചി 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 രാമു ചേച്ചി ചേച്ചി രാമു ചേച്ചി 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 രാമ നീ എങ്ങനെയൂടെ വന്ന് ലക്ഷ്മി 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 തല നോക്കുമോളെ ലക്ഷ്മി 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 നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ ഞങ്ങളെവിടെയെങ്കിലും പൊയ്ക്കുള്ളൂ ലക്ഷ്മി ഞങ്ങളെ ഉപദ്രവിക്കരുത് ലക്ഷ്മി ലക്ഷ്മി എനിക്ക് മാപ്പ് തരും ലക്ഷ്മി എനിക്ക് മാപ്പ് തരും ലക്ഷ്മി ലക്ഷ്മി സാരമല്ല ഗോപി സംഭവം ഉണ്ടായില്ല ലക്ഷ്മി 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 എന്തോ